ഹായ് ഗായ്സ്. എനിക്ക് എന്തോത്തിന്റെ കേടായിരുന്നു ഇവിടെ മലയാളത്തിൽ ഇത്രയും ഊളപ്പടങ്ങൾ ഇറങ്ങുമ്പോഴും ഞാൻ കൊറിയയിൽ ഒരു പടം എടുത്ത് വെച്ച് കണ്ടേക്കുക. എനിക്ക് എന്തോത്തിന്റെ കേടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയണം. പടത്തിന്റെ പേര് ബൈ ക്വാണ്ടം ഫിസിക്സ് എ നൈറ്റ് ലൈഫ് വെഞ്ചർ. അതിൽ ക്വാണ്ടം ഫിസിക്സ് എന്നും പറഞ്ഞ് എന്തൊക്കെയാണോ കാണിച്ചു വെച്ചേക്കുന്നത്. ആ പടത്തിന്റെ പേരാ കാണാനെ കൊണ്ട് എന്നെ പ്രേരിപ്പിച്ചത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പടച്ചിടാമോ ഓരോ പടങ്ങള്. പടത്തിന്റെ ജോർണറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രൈം കോമഡി. അതിൽ കോമഡി ഇല്ല, ക്രൈമും ഇല്ല. എനിക്ക് ഏതാണ്ട് നോർത്ത് ഇന്ത്യ റീല് കണ്ട അവസ്ഥയായിപ്പോയി. പടത്തിന്റെ കഥയും മനസ്സിലാവുന്നില്ല, കഥ മനസ്സിലാവാനൊന്നുമില്ല. അതിൽ കാണിക്കുന്ന എന്തുവാ, വില്ലന്മാരാരാ, ഇവന്മാരെല്ലാണെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കുകയും ചെയ്യുക. വരുന്നത് പോലീസാണോ ഗുണ്ടകളാണോ ഒന്നും മനസ്സിലാകാതെ ഒരുമാതിരി നോർത്ത് ഇന്ത്യൻ റീല് കണ്ടതിന്റെ കൂട്ടാ ഞാൻ ആ പടം കണ്ടു തീർത്തത്. ഓരോരോ അവസ്ഥയെ. ഇത് ക്വാണ്ടം ഫിസിക്സ് ആണെന്നും പറഞ്ഞിട്ട് സീക്രട്ട് ബുക്കും വായിച്ചിട്ട് അതിനകത്ത് ഓരോ തോന്നിയവസവും പറഞ്ഞുകൊണ്ടിരിക്കും അവന്മാരൊക്കെ. ആ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഡയറക്ടറിന്റെ അച്ഛനൊരു ക്വാണ്ടം വാങ്ങിച്ചിട്ടിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് കാണേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. അങ്ങനൊക്കെ പടം എടുത്തു വെച്ചേക്കുന്നു. ഇതിലും നല്ലത് മലയാളത്തിൽ നിന്ന് ഏതെങ്കിലും ഊളപ്പടം എടുത്തു വെച്ച് കാണുന്നതായിരുന്നു. ദൈവത്തെ ഓർത്ത് സിനിമ ആരെങ്കിലും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കാണാൻ ഇരിപ്പുണ്ടെങ്കിൽ ആ സിനിമയുടെ പരിസരത്ത് പോലും പോകരുത്. സിനിമയുടെ പേര് ക്വാണ്ടം ഫിസിക്സ് ബൈ എ നൈറ്റ് ലൈഫ് വെഞ്ചർ, രാത്രിയിലെ സംരംഭകം. അതൊക്കെയാണ് പടത്തിന്റെ അർത്ഥം. അതിൽ ഈ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ എന്തോത്തിന് എടുത്തിട്ടാണോ എന്തോ ഇല്ലാതെ പറഞ്ഞാൽ പോലും ആ സിനിമ ആരും കാണത്തില്ല. ആ പേര് കണ്ടിട്ടാ ഞാൻ ഇരുന്ന് കണ്ടേ. കൊറിയയിലെ പേരാണെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് ആരെങ്കിലും ഒക്കെ എടുത്തു വെച്ച് കാണാനിരിപ്പുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ആ സൈഡിലോട്ടേ പോണ്ട, മാറ്റി വേറെ ഏതെങ്കിലും സിനിമ കണ്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ബൈ.